കാര്യങ്ങളുടെ ആരംഭിക്കുകയാണ്. ആദ്യം ഈശ്വരപ്രാർത്ഥന. ഈശ്വരപ്രാർത്ഥനയ്ക്ക് സന്തോഷിക്കുന്ന എല്ലാ സ്നേഹികൾക്കും നമസ്കാരം. നല്ലൊരു സദസ്സാണ്. എല്ലാവരും വന്നിട്ടുണ്ട്. എൻ്റെ കർത്തവ്യം എന്ന് പറഞ്ഞ അധ്യക്ഷ പ്രസംഗമാണ്. പക്ഷേ സ്വാഗതമായ ഇവിടെ വന്ന് പുതിയ എല്ലാ താമസങ്ങളും നോക്കും എൻ്റെ പേരിൽ നമ്മുടെ ആകാശപ്രകടനത്തിൽ സ്വാഗതം അർപ്പിക്കുകയാണ്. അതുപോലെ ഒരു പുതിയ അതിഥിയാണ്. ഞാൻ പരിചയപ്പെട്ടിട്ടില്ല. നമ്മുടെ പ്രിയനായ ഒരു ആളാണ് ശ്രീ സന്തോഷ്. അവർക്കും എൻ്റെ പേരിലും നമ്മുടെ ആകാശപ്പറവയുടെ പേരിലും സ്വാഗതം അർപ്പിച്ചുകൊള്ളുന്നു. തിരുവനന്തപുരം ഡിസ്ട്രിക്റ്റിൻ്റെ നല്ലൊരു പറവ ആളാണ് നമ്മുടെ റാസി. ഡിസ്ട്രിക്റ്റിൽ ഏറ്റവും കൂടുതൽ പറക്കുകയും എല്ലാവരോടും നല്ലൊരു സഹകരിക്കുകയും നല്ലൊരു മലയാളിയും കൂടെയാണ്. എന്നാലും കുഴപ്പമില്ല. നല്ല രീതിയിൽ പ്രാവ് പറത്തി സഹകരിച്ച് എല്ലാവരോടും സന്തോഷമായിട്ട് പോകുന്ന ശ്രീ റാസിക്കും എൻ്റെ പേരിൽ നമ്മുടെ ഈ ആകാശപ്പറവയുടെ പേരിൽ ഞാൻ സ്വാഗതം അർപ്പിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് സ്വീകരിച്ച് നമ്മുടെ എസ്.ഐ. അദ്ദേഹമുണ്ട്. അദ്ദേഹത്തിനും എൻ്റെ പേരിലും നമ്മുടെ ആകാശപ്പറവയുടെ പേരിലും സ്വാഗതം അർപ്പിക്കുകയും അതുപോലെ ഇവിടെ വന്നിട്ടുള്ള നമ്മുടെ കുട്ടൻ, പിന്നെ ഷാജി, ഗംഗൻ ഷാജി, അദ്ദേഹം 2-3 പ്രാവശ്യം നമ്മുടെ തിരുവനന്തപുരം ഡിസ്ട്രിക്റ്റിൻ്റെ പ്രൈസ് വാങ്ങി. നല്ലൊരു പ്രാവക്കാരനാണ്, നല്ലൊരു പ്രാവ സ്നേഹിയാണ്. അദ്ദേഹത്തിനും എൻ്റെ പേരിലും നമ്മുടെ ആകാശപ്പറവയുടെ പേരിലും സ്വാഗതം അർപ്പിച്ചുകൊള്ളുന്നു. പിന്നെ നമ്മുടെ ഷിജു ആശാൻ എൻ്റെ തൊട്ട് ബാക്കിൽ തന്നെ ഉണ്ട്. അദ്ദേഹം നല്ലൊരു ആത്മാർത്ഥ സഹകരിക്കുന്ന ഒരു സുഹൃത്താണ്. എൻ്റെ പഴയകാല ഒരു സുഹൃത്തും കൂടെയാണ്. അദ്ദേഹത്തിനും ഈ ആകാശപ്പറവയുടെ പേരിലും എൻ്റെ പേരിലും ഞാൻ സ്വാഗതം അർപ്പിച്ചു കൊള്ളുകയാണ്. മറ്റെല്ലാവർക്കും ഇവിടെ കൂടിയ ഓരോ പ്രാവശ്യങ്ങൾക്കും പ്രാർത്ഥന വളർത്താൻ അറിയാവുന്നവർക്കും അറിയാത്തവർക്കും വന്നു ചേർന്ന് ഈ പരിപാടിയിൽ ആത്മാർത്ഥമായിട്ട് പങ്കെടുത്ത എല്ലാ പ്രാവശ്യങ്ങൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം അർപ്പിച്ചു കൊള്ളുകയാണ്. ഇനിയും നമ്മുടെ പരിപാടികൾ ആത്മാർത്ഥമായിട്ട് വരികയും സഹകരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും, സഹകരിച്ചില്ലെങ്കിലും നമ്മളോട് ആത്മാർത്ഥം കാണിക്കുന്ന എല്ലാവർക്കും എൻ്റെ പേരിലും നമ്മുടെ ആകാശപ്പറവയുടെ പേരിലും ഞാൻ സ്വാഗതം അർപ്പിച്ചു കൊള്ളുകയാണ്. അതുപോലെ എല്ലാ പ്രാവശ്യങ്ങളും സ്വാഗത പ്രസംഗം കഴിഞ്ഞു. ഇനി വന്നു നമ്മുടെ ആകാശപ്പറവ 4-5 വർഷത്തോളാവുകയാണ്. 8 വർഷത്തോളമാവുകയാണ്. 8 വർഷമായി. നമ്മൾ ഇന്നും അതിനെ നമ്മുടെ ഹൃദയത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. അതുപോലെ നിങ്ങളും ഈ പ്രാവുകളെ പറത്തി സ്നേഹിച്ച് അതിനെ പ്രൈസ് വാങ്ങുവാനും വേദിയിൽ വന്ന് ഒരു 13 മണിക്കൂർ കൂടുതൽ പറത്തിയ ഒരാളൊരു പ്രൈസ് വാങ്ങുകയെന്ന് പറഞ്ഞാൽ അതിലൊരു സന്തോഷമാണ്. അത് കാണുന്ന എന്നെപ്പോലുള്ളവർക്ക് എന്തെങ്കിലും പ്രാവ് ഒരുപാടുണ്ട്, പക്ഷേ പറത്താൻ സമയമില്ല. അതുകൊണ്ട് ഞാൻ പറത്തുന്നതുമില്ല. പ്രാവുണ്ട്, നല്ല പ്രാക്കളും കയ്യിലുണ്ട്, പറത്താൻ സമയമില്ല. പക്ഷെ എന്നിരുന്നല്ല പറത്തുന്ന ആളുകളൊന്ന് പ്രൈസ് വാങ്ങുമ്പോൾ ഞാനും ആ വേദിയിൽ വന്നിരുന്ന് കാണുമ്പോൾ നമുക്കൊരു വല്ലാത്ത ഒരു ആകാംക്ഷയാണ്. ആ ആകാംക്ഷ നമുക്ക് പറഞ്ഞിറക്കാൻ വയ്യാത്ത രീതിയിലുള്ള ഒരു ആകാംക്ഷയാണ്. എല്ലാവരും ആത്മാർത്ഥമായി പ്രാവുകളെ സ്നേഹിച്ച് കൊണ്ടുപോകുന്ന ഒരു രീതി നമുക്ക് എല്ലാവർക്കും ഉണ്ടാവണം. പരസ്പരം സഹകരിച്ച് സ്നേഹിച്ച് പ്രാവുകളെ വളർത്തുവാനുള്ള മനസ്സിൽ നമുക്ക് എല്ലാവർക്കും തട്ടേന്ന് ആശംസകൊണ്ട് ഈ പ്രസംഗം നടത്തുന്നു. നന്ദി, നമസ്കാരം.
നല്ല പ്രോത്സാഹനം കൈകളിലൂടെ നന്നായി. அவர் தான் அந்த குரூப்பில் சேர்த்து விட்டாரு. அப்புறமா முதல் வருஷமா எனக்கு பெரிய டைம் இல்லை, 13 சில்லற டைம். போன வருஷம் வந்து 23, 22, 57 டைம் கிடச்சி. இதில் நான் தான் ஃபஸ்ட் ப்ரைஸ் எனக்கு கிடச்சி. நான் அப்போ வந்து இங்கே முதல் வருஷம் நான் வரல இங்கே, ஏன்னா எனக்கு இடமும் தெரியாது, நான் வரல. போன வருஷம் நான் இங்கே வந்திருந்தேன். இங்கே எல்லாரையும் பார்க்குறப்ப எனக்கு நல்லா சந்தோஷமாக இருந்தது. நிறைய ஆளுகள் இருந்தாங்க, நல்லா சந்தோஷமாக இருந்து ப்ரைஸ் எல்லாம் நல்லா இதாக கொடுத்துருந்தாங்க. ஆளுகள் நல்லா ஒற்றுமையாக நல்லா கூடி நல்லா இதாக பண்ணியிருந்தாங்க, நல்லா இருந்துச்சு. அதுபோல் இந்த ப்ராப்ளத்தை வந்து ஒரு நல்ல ஒரு ஹாபின்னு சொல்லலாம். எப்படின்னா இந்த ப்ராப்ளத்தை வந்து மேக்சிமம் நீங்கள் பார்த்தீங்கன்னா ஒரு 6 சாயங்காலம் ஒரு 6, 7 மணிக்கு அப்புறம் வெளியே நிற்க மாட்டாங்க. இந்த ப்ராப்ளம் சாப்பாடு கொடுக்கறதுக்கு வேண்டி எங்கே இருந்தாலும் கரெக்டாக ஒரு 6, 7 மணிக்கு தான் வீட்டில் வந்து சேர்ந்துருவாங்க. எங்கேயுமே ஃப்ரெண்ட்ஸ் கூட சுற்றுறது, எங்கேயும் வெளியே போக மாட்டாங்க. கரெக்டாக அந்த ப்ராக்கு சாப்பாடு யார் சாப்பாடு இல்லாமல் இருந்தாலும் இந்த ப்ராக்கு சாப்பாடு கொடுக்குறதுக்கு வேண்டி கரெக்டாக 7, 8 மணி அந்த டைம்லாம் வீட்டுக்கு சரியாக வந்துடுவாங்க. நம்ம சாப்பாடாக இருந்தாலும் அந்த ப்ராவுக்கு சாப்பாடு கொடுக்கணும் அப்படின்னு சொல்லிட்டு ஒரு நோக்கத்தோடு வருவாங்க. அதெல்லாம் ஒரு நல்ல ஹாபி. அதே மாதிரி ப்ராவாக்கிறவங்க பார்த்தீங்கன்னா கெட்ட பழக்கங்கள் தெரியாதவங்க. ஏன்னா ப்ராக்களுக்கு வந்து சீசன் டைமில் வந்து வாயில் வச்சு ஊதி கொடுப்பாங்க, தண்ணியெல்லாம் ஊதி தான் கொடுப்பாங்க. சுருதியில் அடிக்கிற பழக்கம் நிறைய பேர் இருக்காது. அப்போ என்னன்னா இந்த தண்ணி அடிக்கிறவங்க, இந்த சிகரெட் அடிக்கிறவங்க, இந்த பழக்கம் உள்ளவங்களுக்கு வந்து அந்த ப்ராப்ளம் நம்ம ஊதி கொடுக்குறப்போ அந்த இன்ஃபெக்ஷன் வந்து ப்ராப்ளம் வந்து ரொம்ப இதாகிடும். அதனால வந்து என்னன்னா அந்த கெட்ட பழக்கங்களில் இருந்தெல்லாம் மாறி நல்ல ஒரு இதாக பண்ணுறதுக்கு இந்த ப்ராப்ளத்துக்கு வந்து ஒரு நல்ல ஹாபியாக இருக்குது. அதே மாதிரி இந்த ஆகாச பறவையில் சொல்லலைன்னா இந்த ஆகாச பறவையில் நான் வந்து சேர்ந்த பறவை நம்ம நாகர்கோவில் பக்கத்துல இருந்து ஒரு ஆள் என்னன்னா கருத்தல் சாடி இந்த குரூப்பில் சேர்ந்தனால நான் இந்த குரூப்பில் இருந்து வெளியே போகிறேன்னு ஒரு ஆள் போனார். இருந்தாலும் எதுக்கு வேண்டி போனாரு என்னன்னு எனக்கு தெரியல. அது எனக்கு சந்தோஷம் சொல்லி தான் எனக்கே தெரியும். இப்படி நீங்கள் வந்து சேர்ந்த பறவைக்கு ஒரு ஆள் போனாங்க. ஆனால் அந்த ஆள் இங்கே ஃபஸ்ட்டு எடுத்தாலும் இந்த ஆகாச பறவையில் ஃபஸ்ட்டு ப்ரைஸ் வாங்கினாங்க. அப்படிலாம் நடந்தது. ஆனால் இப்போ நான் பார்க்குறப்போ நிறைய சின்ன பிள்ளைகள்ல இருந்து பெரிய ஆட்கள் வர இந்த வீதியில் இருக்கிறாங்க, பெரிய ஆட்கள்லாம் இவங்கெல்லாம் பார்க்குறப்ப எனக்கு ரொம்ப சந்தோஷமா இருக்கு. இவங்கெல்லாம் அந்த ப்ராப்ளம் வந்து நான் வந்து ஒரு 8ஆம் கிளாஸ் படிக்கிறப்பவே ப்ராப்ளம் வருவேன். ஆனால் பந்தயம் விட்டது வந்து ஒரு 8, 9 வருஷமா பந்தயம் விட்டேன். பெரிய பெரிய டைம்லாம் எனக்கு கிடையாது. நான் முதல்ல தொடங்கினப்பவே ஸ்டார்டிங்கில் 13 மணி நேரம், முதல்ல வந்து 6 மணி நேரம், 7 மணி நேரம், 13 மணி நேரம் அப்படிதான் வந்ததே தவிர ஒரே அடியாக மேலே வரல, படிப்படியாக தான் வளர முடியும். அதே போல் ப்ராப்ளத்தில் உங்களுக்கு எல்லாரும் நான் வந்து சொல்கிறேன் என்னன்னா, நீங்கள் அதிக பணம் கொடுத்து தெரியாத ஆட்களில் இருந்து வாங்கி நீங்கள் சேர்க்கறது அது நல்லாவே இருக்காது. நல்ல பழக்கம் இருந்துச்சு அவங்கள்ட்ட இருந்து நீங்கள் நல்ல லைன்ல இருந்து பரந்த லைன்ல இருந்து நீங்கள் புறா வாங்கி, அதுவும் பெரிய புறா வாங்குறத விட 2 குஞ்சு புறா வாங்கி நீங்கள் பார்த்துங்க. உங்கள் டேஸ்ட்டுக்கு அது பறந்த பிறகு நீங்கள் அதை வெட்டி ஜோடி வைங்க. 5 மணி நேரம் பார்க்கலாம். உங்கள் டேஸ்ட்டு பாருங்க. நீங்கள் இந்த புறா இப்படி பாருங்க, இந்த ரெக்கப்பட்டு இப்படி இருக்கு, அதுக்கு கால் இப்படி இருக்கு, அதுக்கு கண் இப்படி இருக்கு, அதெல்லாம் நீங்கள் கரெக்டாக பாருங்க. பறக்கிற புறாவை நீங்கள் பாருங்க. அதே போல பார்த்து எடுத்து நீங்கள் பறந்த புறாவை ஜோடி வைங்க. அது உங்களுக்கு நல்லா ரிசல்ட் தரும். எல்லாமே நீங்கள் 50,000 ரூபாய் கொடுத்து 25,000 ரூபாய் கொடுத்து பெரிய புறா நீங்கள் வாங்கி வந்தீங்கன்னா எந்த காலத்துலையும் உங்களுக்கு பார்க்க முடியாது. அது உறுதி. ஏன்னா எனக்கு அனுபவத்தில் நான் சொல்கிறேன். நீங்கள் ஒரு புறா, ஒரு குஞ்சு புறா நீங்கள் நாகர்கோவிலில் திருச்சி இல்லைன்னா கோயம்புத்தூர் அங்கெல்லாம் போய் எடுத்தீங்கன்னா ஒரு 2,000 ரூபாய், 5,000 ரூபாய் அந்த ரேஞ்சில் தான் இருக்கும். நீங்கள் அதை நீங்கள் எடுத்துகிட்டு பார்க்கலாம். இதே ஒரு பெரிய ஜோடி நீங்கள் வாங்குவீங்கன்னா 20 மணி நேரம் பறக்குதுன்னு சொல்லிட்டு உங்களுக்கு 25,000 ரூபாய், 30,000 ரூபாய்க்கு தருவாங்க. அதை நீங்கள் எந்த காலத்துலையும் வச்சு நீங்கள் பட்டாயத்தை பார்த்துக்கவே மாட்டீங்க. அது உறுதி.
ஆனால் நீங்கள் எல்லாருமே ப்ரா வளர்த்துறீங்க, நானும் ப்ரா வளர்த்து வந்தோம். நீங்கள் ப்ரா வளர்த்து வந்து எல்லாருமே சின்னதாக தொடங்கி அப்படி ஆரம்பிக்கிறது நல்லதாக இருக்கும். இந்த வாய்ப்புக்கு எல்லாரும் நன்றி கூறி എല്ലാ ആചാര്യങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഈ പറഞ്ഞ അധ്യക്ഷനെ പറഞ്ഞ വേദിയിരിക്കുന്ന എല്ലാ വിശിഷ്ടാതിഥികൾക്കും നമസ്കാരം. 2015 കാലഘട്ടത്തിലാണ് ഈ ആകാശപ്രഭ സ്റ്റാർട്ട് ചെയ്തത്. 2016 മുതൽ പങ്കെടുക്കുന്ന മറ്റുള്ള കാര്യങ്ങളൊക്കെ ഒരു ഇതാണ്. അക്കൂട്ടത്തിൽ അന്ന് ഞാൻ ചേർന്ന് എനിക്കൊരു 11:38 ഞാൻ പറഞ്ഞു. ഞാൻ പ്രൈസ് കിട്ടി. അന്ന് വേദിയിൽ വെച്ചായിരുന്നു അതിൻ്റെ ഫംഗ്ഷനൊക്കെ നടന്നത്. അന്നുകൊണ്ട് ഈ കാലഘട്ടം മൂലം ഞാൻ ഇതിൻ്റെ കൂടെ പദ്ധതി വിടാറുണ്ട്, പ്രൈസ് കിട്ടാറുണ്ട്. ഈ ആകാശപ്പറവ എന്നുള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പ് പറവ സ്നേഹർക്ക് പറവ പറക്കുന്നതിന് ഉപരി അവർ ചെയ്യുന്ന നല്ല ചാരിറ്റി പ്രവർത്തനങ്ങളാണ് എനിക്കത് വളരെ ഇഷ്ടം തോന്നുന്നത്. കാര്യം ഞാൻ ക്യാൻസർ രോഗികൾ നല്ലൊരു കൈ എടുക്കാം പ്ലീസ്. കൈ മാത്രമല്ല കാര്യങ്ങൾക്കുള്ള സഹായങ്ങൾ വീട്ടിലും അഭ്യർത്ഥിക്കുന്നു. ഒരുപാട് അടുത്തായി ഫേസ് കൊടുക്കുകയാണ്. ആകാശപ്രഭ പി വാട്സപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്ന എക്സാം വർഷത്തെ ഇതിലെ മത്സരാർത്ഥികൾക്കുള്ള ക്യാഷ് പ്രൈസും ട്രോഫി സർട്ടിഫിക്കറ്റുകളും താഴെ നിലവിലുള്ളതാണ്. ഇരുപത്തി അഞ്ചാമതായിട്ട് ട്രോഫിയും സർട്ടിഫിക്കറ്റും വാങ്ങിക്കാനായിട്ട് നികത്തിച്ചു നിന്നപ്പോഴാണ് 10 മണിക്കൂർ 20 മിനിറ്റ്. ഇവര് കൈകൊള്ളുന്നു. നമ്മുടെ ഗ്രൂപ്പിന്റെ ഏറ്റവും കൂടുതൽ സന്തോഷമായിരുന്നു ഈ ചെറിയ ആൾക്കാർക്കുള്ള ചെറിയ തൈയും സർട്ടിഫിക്കറ്റ് ട്രോഫി കൊടുക്കാനുള്ളത്. നമ്മുടെ ഗ്രൂപ്പെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ് സന്തോഷമായിട്ട്. വളരെ ഇനിയും വരുന്ന വലിയ വലിയ ടീമുകൾ പങ്കെടുത്ത് വലിയ ഗംഭീരമാക്കി നടത്തിയതിൽ ഒരുപാട് സന്തോഷം. അടുത്തതായിട്ട് മാസ് ലോക്ക് കണ്ണൂർ 10 മണിക്കൂർ 33 മിനിറ്റ്. മാസ് ലോക്ക് കണ്ണൂർ 10 മണിക്കൂർ 33 മിനിറ്റ്. നല്ല ഡ്രൈവർ പറ്റും. അടുത്തതായി ധോനി കുട്ട 12 മണിക്കൂർ 2 മിനിറ്റ്. അടുത്തായി ദയാനന്ദൻ NCC റോഡ് 13 മണിക്കൂറും 40 മിനിറ്റ്. നല്ലൊരു കഴിവുള്ള പത്തനംതിട്ട 12 മണിക്കൂറും 53 മിനിറ്റ്.
അടുത്തത് ഷഫീഖ് SMK പ്രദേശ് കൊച്ചി 13 മണിക്കൂർ. അടുത്തതായിട്ട് ഷാനവാസ് പാച്ചല്ലൂർ 13 മണിക്കൂർ 1 മിനിറ്റ്. നല്ല ഗവൺമെന്റ് സപ്പോർട്ട്. കയ്യേറി പോരാ. അടുത്തതായിട്ട് ഷാപ്ന എയർപോർട്ട് 13 മണിക്കൂർ 8 മിനിറ്റ്. അടുത്തതായിട്ട് ഷബീർ ഫോറസ് 13 മണിക്കൂർ 15 മിനിറ്റ്. അടുത്തതായിട്ട് ഷിഹാസ് നൈസ പുത്തൻപാലം 13 മണിക്കൂർ 15 മിനിറ്റ്. പോരാ. അടുത്തതായിട്ട് ജസ്വന്ത് കോയമ്പത്തൂർ 13 മണിക്കൂർ 24 മിനിറ്റ്. നല്ല വേഗം ദൂരം നോക്കാനേക്കാം. അടുത്തതായിട്ട് ഹൈദരാബാദ് പാച്ചല്ലൂർ 13 മണിക്കൂർ 37 മിനിറ്റ്. അടുത്തതായിട്ട് സിദ്ദിഖ് ചാല 13 മണിക്കൂർ 40 മിനിറ്റ്. വിവാദം. അടുത്തതായിട്ട് ഫിനിക്സ് PJ കോയമ്പത്തൂർ 13 മണിക്കൂർ 43 മിനിറ്റ്. അടുത്ത രാജീവ് ഉണ്ണി കളിയൻ 14 മണിക്കൂർ 21 മിനിറ്റ്. നല്ല വേഗം കാണുന്നുണ്ട്. അടുത്തതായിട്ട് നമ്മുടെ 10 ക്യാഷ് പ്രൈസിലെ ഏറ്റവും അവസാനമുള്ള സജി നന്ദക്കോട് 14 മണിക്കൂർ 40 മിനിറ്റ്. നല്ല വേഗം പോരാ. ഒമ്പതാമതായിട്ട് ഗ്യാങ് ഓഫ് കൊച്ചി 14 മണിക്കൂർ 56 മിനിറ്റ്. ആളെത്തിയിട്ടില്ല. അടുത്തത് ഹരി മനോജ് വേലാങ്കോട് 15 മണിക്കൂർ. നല്ല കഴിവുള്ള പോരാ. അടുത്തതായിട്ട് 7ാം സ്ഥാനം രാജീവ് മുട്ടത്തറ 15 മണിക്കൂർ 2 മിനിറ്റ്.
നല്ലൊരു കൈ കൊടുക്കണം. അടുത്ത 6ാം സ്ഥാനം ഐബി മാടത്തുവിളை 16 മണിക്കൂറും ദൂരെ പോകുന്നതാണ്. നല്ലൊരു സപ്പോർട്ട് കൈയിട്ടുണ്ട്. നല്ല പ്രവർത്തനം. അടുത്ത 5ാം സ്ഥാനം ഷാഫി മണക്കാട് 17 മണിക്കൂർ 45 മിനിറ്റ് ദിവാണ്ടം. അടുത്ത 4ാം സ്ഥാനം സഹീർ പി.ഡി. നഗർ 17 മണിക്കൂർ 34 മിനിറ്റ്. നല്ല ജയമാണ്. അടുത്തതായിട്ട് നമ്മുടെ ആകാശപ്രവാസിക്ക് മേലോട്ടെത്തിയിരിക്കുകയാണ്. തേർഡ് പ്രൈസായ മറിയം ജാല കണ്ണൂർ 18 മണിക്കൂർ 10 മിനിറ്റ്. അടുത്ത സെക്കൻഡ് പ്രൈസ് ആയ കുമാർ രാമൻ പുത്തൂർ 19 മണിക്കൂർ 25 മിനിറ്റ് 4 പോയിന്റ്. ഇതിനെ നല്ലൊരു അടുത്തതായിട്ട് നമ്മുടെ ഈ വർഷത്തെ ഫസ്റ്റ് പ്രൈസ് ആയ സെന്റൽ സൂര്യ കോയമ്പത്തൂർ 20 മണിക്കൂർ 40 മിനിറ്റ്. നല്ല സമയം. കയ്യിൽ പോരാ.